വനിതാ സംവരണ ബില്ല് പരാജയപ്പെട്ടതിൽ വേദനയോടുകൂടി മോദിയും അമിത്ഷായും. സ്ത്രീവിരുദ്ധ മുന്നണിയായ പ്രതിപക്ഷ പാർട്ടികളെ ജനങ്ങൾക്ക് മുൻപിൽ തുറന്നു കാണിക്കുക എന്ന നിലപാടിലാണ് മോദി സർക്കാർ. ലോകസഭയിലും സംസ്ഥാന നിയമസഭകളിലും നിർബന്ധമായി 33% സംവരണം സ്ത്രീകൾക്ക് നൽകുക എന്നതായിരുന്നു ഈ വനിതാ സംവരണ ബില്ലിന്റെ ലക്ഷ്യം. അതാണ് പ്രതിപക്ഷം തകർത്തത്. പ്രതിപക്ഷത്തിന്റെ ഈ ചതി ഇന്ത്യയിലെ ജനങ്ങൾക്ക് മുന്നിൽ തുറന്നുകാട്ടാൻ തെരുവുകൾ തോറും ജനങ്ങളോട് കാര്യങ്ങൾ വിശദീകരിക്കുക എന്ന നിലപാടിലാണ് NDA. കഴിഞ്ഞ 12 വർഷത്തിനിടെ മോദി സർക്കാർ അവതരിപ്പിച്ച ഒരു ബില്ല് ലോകസഭയിൽ വോട്ടെടുപ്പിൽ പരാജയപ്പെടുന്നത് ഇതാദ്യമായാണ്. പ്രതിപക്ഷ പാർട്ടികൾ അതിശക്തമായ പ്രതിഷേധം ഉയർത്തിയപ്പോൾ തന്നെ ബില്ല് പരാജയപ്പെടുമെന്ന സൂചന കേന്ദ്രത്തിന് നേരത്തെ ലഭിച്ചിരുന്നു. എന്നാൽ ബില്ല് പിൻവലിക്കേണ്ടതില്ലെന്ന നിലപാടാണ് കേന്ദ്ര സർക്കാർ കൈക്കൊണ്ടത്. ബില്ല് പരാജയപ്പെട്ട സ്ഥിതിക്ക് പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ പ്രതിപക്ഷത്തിനെതിരെ വൻ പ്രചാരണം നടത്താനാണ് BJP ക്യാബിനറ്റിന്റെ തീരുമാനം. അരനൂറ്റാണ്ട് ഇന്ത്യ ഭരിച്ചിട്ടും സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യവും അധികാരവും കൈമാറാൻ കൂട്ടാക്കാതിരിക്കുന്ന കോൺഗ്രസ് ഇപ്പോൾ മോദി സർക്കാർ സ്ത്രീകൾക്ക് കൂടുതൽ അധികാരം കൈമാറാൻ ഉദ്ദേശിച്ച് അവതരിപ്പിച്ച വനിതാ സംവരണ ബില്ലിനെ ലോക്സഭയിലെ വോട്ടെടുപ്പിൽ തോൽപ്പിച്ചു. 298 MPമാർ ബില്ലിന് അനുകൂലമായി വോട്ട് ചെയ്തപ്പോൾ 230 പേർ അതിന് എതിരായി വോട്ട് ചെയ്തു. 3-2 ഭൂരിപക്ഷം കിട്ടിയാലേ ബില്ല് പാസ്സാകൂ. അത് ലഭിക്കാത്തതിനാൽ വനിതാ സംവരണ ബില്ല് പരാജയപ്പെടുകയായിരുന്നു. ബില്ല് വോട്ടിനിട്ട് തള്ളുന്നത് വൻ പ്രചാരണം ആയുധമാക്കി ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങാമെന്ന ആലോചനയിലാണ് മോദി സർക്കാർ. തെരഞ്ഞെടുപ്പുകളിൽ 33% വനിതാ സംവരണം വേണമെന്ന നിയമമുണ്ടെങ്കിലും അത് പാലിക്കാത്ത പ്രതിപക്ഷ നേതാക്കൾ തന്നെയാണ് ഇപ്പോൾ സ്ത്രീകൾക്ക് കൂടുതൽ സംവരണം നൽകുന്ന ഈ ബില്ലും പരാജയപ്പെടുത്തിയത്. ഭരണഘടനാ ഭേദഗതികൾക്ക് കെൽപ്പില്ല എന്നും ലോക്സഭയിലെ വോട്ടെടുപ്പിലൂടെ പരസ്യപ്പെടുത്താൻ എന്തുകൊണ്ട് മോദി സർക്കാർ ഉത്സാഹിച്ചുവെന്നുമാണ് ഉത്തരം കിട്ടേണ്ട ചോദ്യം. ദൗർബല്യം മറച്ചുവെക്കുന്നത് ലളിതമായ രാഷ്ട്രീയ ബോധമാണ്. അത് BJPക്ക് വേണ്ടത്ര ഉള്ളതാണ്. എന്നാൽ അങ്ങനെയല്ല തങ്ങളെന്ന മട്ടിൽ BJP പെരുമാറുന്നെങ്കിൽ അതിന് തക്കതായ കാരണങ്ങൾ ഉണ്ടാവും. അതാണ് വ്യക്തമാകേണ്ടത്. പ്രതിപക്ഷം ഒറ്റക്കെട്ടായി നിൽക്കുമ്പോൾ രക്തസാക്ഷിത്വം വരിക്കുന്നതിന് അതിൻ്റെതായ മെച്ചമുണ്ടെന്നാണ് BJPയിലെ ചില MPമാർ ഇന്നലെ പറഞ്ഞത്. അത് എന്തെന്ന് പ്രധാനമന്ത്രിക്കും ആഭ്യന്തരമന്ത്രിക്കും മാത്രമാണ് അറിയാവുന്നതെന്നും അവർ സമ്മതിക്കുന്നു എന്നും പറയുന്നു. അപ്പോൾ മറ്റെന്തോ വരാനുണ്ടെന്ന് അനുമാനിക്കാം. ബംഗാളിലെയും തമിഴ്നാട്ടിലെയും തെരഞ്ഞെടുപ്പിന് മുൻപ് പാർലമെന്റ് ചേർന്ന് ബില്ല് പരിഗണിക്കണമെന്നതിനാൽ വാശിയുണ്ട് എന്ന പോലെയാണ് സർക്കാർ പെരുമാറിയത്. എന്നാൽ നിലവിലെ സ്ഥിതിയിൽ വനിതാ സംവരണ വിഷയം ബംഗാളിൽ വില പോകില്ല. തൃണമൂൽ സംവരണ ശതമാനത്തെക്കാൾ ഏറെ സീറ്റ് വനിതകൾക്ക് നൽകുന്നുണ്ട്. മണ്ഡല പുനർനിർണയം തെക്ക് വടക്ക് പ്രശ്നമായി നിലനിർത്തുന്ന പാർട്ടിയാണ് DMK. അപ്പോൾ അവിടെയും ബില്ല് BJP ഉൾപ്പെടുന്ന മുന്നണിക്ക് സഹായകമല്ല. മണ്ഡല പുനർനിർണയമാണ് യഥാർത്ഥ തർക്ക വിഷയം. എന്നാൽ അതല്ല വനിതാ സംവരണം വേഗത്തിൽ നടപ്പാക്കാൻ മോദി ഉത്സാഹിക്കുന്നുവെന്നുള്ള ആഖ്യാനം സൃഷ്ടിക്കാനാണ് BJP ശ്രമിക്കുന്നത്. US-മായി വ്യാപാര കരാറിനുള്ള ധാരണയ്ക്ക് പിന്നാലെയുണ്ടായ പ്രശ്നങ്ങൾ, പശ്ചിമേഷ്യയിലെ പ്രതിസന്ധിയുടെ ദോഷകരമായ സ്വാധീനം, സമാധാന ശ്രമങ്ങളിലൂടെ മറ്റുള്ളവർ സജീവമാകുന്നതിന്റെ പ്രശ്നം തുടങ്ങി സർക്കാർ വിഷമസന്ധിയിലൂടെ കടന്നു പോകുകയാണ്. രാഹുൽ ഗാന്ധി മറ്റ് പല ആരോപണങ്ങളും ഉന്നയിക്കുന്നുമുണ്ട്. അതിൽ നിന്നൊക്കെ ശ്രദ്ധ തിരിക്കാൻ പ്രതിപക്ഷത്തിനെതിരെയുള്ള പ്രചാരണത്തിനും സഹായിക്കുന്നതാണ് ഇപ്പോഴത്തെ നീക്കമെന്നും വ്യാഖ്യാനിക്കുന്നവരുണ്ട്. പക്ഷേ അതിന് മോദിയും അമിത്ഷായും നയിക്കുന്ന സർക്കാരും BJPയും ഇങ്ങനെയൊരു പരാജയം ഏറ്റുവാങ്ങില്ല എന്ന് ഇതുവരെയുള്ള രീതികളിൽ നിന്നും വ്യക്തമാണ്. തർക്കമുള്ള ബില്ലുകളിൽ പരമാവധി അഭിപ്രായ ഐക്യത്തിന് ശ്രമിക്കുക എന്നത് ഏത് സർക്കാരിന്റെയും രീതിയാണ്. വനിതാ സംവരണ നിയമം പാസാക്കാൻ 1996 മുതലുണ്ടായ ശ്രമങ്ങൾ തന്നെ ഉദാഹരണം. വനിതാ സംവരണ ബില്ല് പ്രതിപക്ഷ പിന്തുണയോടെ 3 വർഷം മുൻപ് പാസാക്കിയവർ സംവരണത്തെയും മണ്ഡല പുനർനിർണയത്തെയും കൂട്ടിക്കെട്ടിയുള്ള ഭരണഘടനാ ഭേദഗതിക്ക് പ്രതിപക്ഷത്തിന്റെ പിന്തുണയ്ക്ക് ശ്രമിച്ചതേയില്ല. പ്രതിപക്ഷത്തെ ഏതാനും കക്ഷികളുമായി നാമമാത്രമായ ചർച്ചയാണ് സർക്കാർ നടത്തിയത്. അതിൽ തന്നെ പല വിശദാംശങ്ങളും നൽകാൻ തയ്യാറായതുമില്ല. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ ഇതെല്ലാം കൂടി ചർച്ചയിൽ എടുക്കുകയാണ്.